ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കഴിഞ്ഞൊരു വീഡിയോക്ക് മുൻപായിട്ട് ഞാൻ കുറേ പേരുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന തിരക്കിൽ. അപ്പം അതിലൊരു പ്രധാന ഒരാളുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ എനിക്ക് ഉടനെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നൊരു ഷുബൂസ്, ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഞാൻ ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു. ഞാൻ മനഃപൂർവ്വം പറയാതിരുന്ന എല്ലാം മറന്നുപോയതുകൊണ്ടാണ് പേര്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു മുട്ട വെച്ച് നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് പറ്റിയൊരു നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് പൊടിക്കാതെ തന്നെ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം, പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട്. ഇനി ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചൊന്ന് മയപ്പെടുത്തി എടുക്കണം. ഇപ്പോൾ ബ്ലെൻഡർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വിസ്കോ അതുപോലെ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി. 3-4 മിനിറ്റ് ഒരു മീഡിയം സ്പീഡിൽ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. മുട്ടയും പഞ്ചസാരയും കൂടി ഈ കാണുന്ന പോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചോക്ലേറ്റ് എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് എസൻസ് ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. കോഫി പൗഡർ ചേർക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ ഭാഗം വരാതിരുന്നത്. അപ്പം നിങ്ങളത് പ്രത്യേകം ഓർത്ത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. അടിച്ച് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര മുട്ട ബാറ്ററിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറെ അരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്താലും മതി. ചെറിയ കട്ടയെല്ലാം ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടൊന്ന് അരിച്ചിട്ടാൽ മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അരിച്ച് മാറ്റിക്കളയാം. ഇനി ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കണം. കൂടുതൽ ബലത്തിലൊന്നും ആക്കരുത്, ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കേക്കിന് അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ കുറച്ച് തിക്കാണ്, അപ്പോൾ അത് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ ഈ കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൻ്റെ അകത്തേക്ക് ആദ്യം കുറച്ച് എണ്ണ തടവി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ള സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് റൗണ്ട് ഷേപ്പിൽ വെട്ടി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തും കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇട്ടതിന് ശേഷം കേക്ക് ടിൻ കയ്യിലെടുത്ത് ഒന്ന് താഴേക്ക് മുട്ടി ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പാനിലേക്ക് ഇതുപോലെ സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. നിങ്ങളുടെ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ തന്നെ ഒരു പ്ലേറ്റ് കമത്തിയിട്ട് കൊടുത്താലും മതി. ഡയറക്റ്റായിട്ട് കേക്ക് ടിന് പാനിൽ മുട്ടരുത്, പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ സ്റ്റാൻഡോ അല്ലെങ്കിൽ പ്ലേറ്റ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്.
നമ്മളതിൽ ഉപ്പോ അല്ലെങ്കിൽ മണലോ ഒന്നും ഇടുന്നില്ല. ഇതുപോലെ തന്നെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നല്ല ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം പാൻ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്യണം. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി പാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കേക്ക് ടിൻ വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് കൊണ്ട് കേക്ക് കുക്കായി കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേക്ക് ടിൻ വെച്ച് കഴിഞ്ഞ് 3 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കിയാൽ മതി. ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം ഒരു കത്തി ഒരു വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം. നടുഭാഗത്ത് തന്നെ കുത്തി നോക്കണം. ഇപ്പം ഇതിലൊന്നും കേക്ക് ഒട്ടി പിടിച്ചിട്ടില്ല. കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല പാകമായി കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. എനിക്കിവിടെ ഒരു 35 മിനിറ്റ് കൊണ്ട് ഈ കേക്ക് പാകമായി കിട്ടി. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കുറച്ച് സമയത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമൊക്കെ വരും. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി റെഡിയായ കേക്ക് നമുക്ക് പാനിൽ നിന്ന് മാറ്റി കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ കേക്ക് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കത്തി കൊണ്ട് വിടിയിപ്പിച്ച് കൊടുക്കാം. ഇനി കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുക്കാം. അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം പേപ്പറെല്ലാം ഒന്നെടുത്ത് മാറ്റാം. ഈ കേക്ക് നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. വല്ല ചോക്ലേറ്റ് സോസോ ഇതൊക്കെ മേലിൽ പുരട്ടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് നല്ല ഫ്ലഫിയുമാണ് ഈ കേക്ക്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ബർത്ത്ഡേക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. നമുക്കിത് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനൊക്കെ ബേസ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.